ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാൻ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാനിവിടെ ഫെദർ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ബോർഡിനകത്ത് ലൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ഇഴ നൂലാണ് എടുക്കേണ്ടത്. ഒരറ്റം മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാലോ. ആദ്യം സ്റ്റിച്ച് ബോർഡിൻ്റെ അടിയിൽ നിന്നും മുകളിലേക്ക് സൂചി കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് നമുക്ക് സൂചി കുത്തിയെടുക്കാം കേട്ടോ. പറയാണ്ട് എൻ്റെ നൂല് കെട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ കെട്ടൊക്കെ ഒന്ന് തീർത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ കെട്ട് വീണിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തീർക്കും എന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ അടിയിൽ നിന്ന് മുകളിലേക്ക് സൂചി കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് ചെരിച്ചിട്ട് ആ ലൈനിലേക്ക് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെയാണോ ചെയിൻ സ്റ്റിച്ച് ചെയ്തിരുന്നത് അതുപോലെ ഒരു മോഡലാണ് ഇതും ചെയ്യുന്നത്. നൂല് എന്നിട്ട് സൂചിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സൂചി വലിച്ച് മുകളിലേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സ്റ്റിച്ച് ഇവിടെ വീണിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പുറത്തെ അടിയിലത്തെ സൈഡിൽ നിന്നും ചെരിച്ച് ഇതുപോലെ തന്നെ കുത്തി കൊടുക്കുക കേട്ടോ. നൂല് സൂചിയുടെ അടിഭാഗത്തേക്ക് ആക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് സൂചി വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മൂന്നാമത്തെ സ്റ്റിച്ച് മുകളിൽ നിന്ന് ചെരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ അതുപോലെ തന്നെയാണ് ഇതും ചെയ്തത് കേട്ടോ. അതേ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. നമ്മളിത് ഈ സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലകളിൽ തണ്ടുകളിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതൊരു ബോർഡർ സ്റ്റിച്ചാണ്. നമുക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അറ്റത്ത് കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നൂല് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ കെട്ടിട്ടത്. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരാം കേട്ടോ. ഇനി നമുക്കൊരു മോട്ടീഫിനകത്ത് പടമൊക്കെ വരച്ചിട്ട് റിങ്ങിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കാണണില്ല, കുറച്ച് തെളിച്ചം കുറവാണ്. അപ്പോൾ ഇതിൽ ഞാനൊന്ന് പെൻസിൽ വെച്ചിട്ട് ചെയ്ത് കാണിക്കട്ടെ. ഞാനൊരു മയിൽപ്പീലിനാണ് ഉദ്ദേശിച്ചത്. അതുപോലെ ഒന്നും വന്നിട്ടില്ല. എന്നാൽ ഏകദേശം ഒരു മയിൽപ്പീലി ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം മയിൽപ്പീലിയുടെ നടുവിൽ കൂടെ ഉള്ളത് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ടുണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഡബിൾ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളട്ടെ. അതിന് ശേഷം ഞാൻ റൗണ്ടായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഓരോരോ കളർ വെച്ചിട്ടാണ് ഞാൻ ഫെദർ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഈ കളർ നൂല് വെച്ചിട്ടാണ് ഫെദർ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് എവിടെയാണോ നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തുടങ്ങിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കൊരു പോയിൻ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ മുകളിൽ നിന്നാണ് ചെയ്ത് തുടങ്ങണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ആദ്യത്തെ പോയിന്റിൽ നിന്ന് കുത്തിയെടുത്തിട്ട് സൈഡിലേക്ക് മുകളിൽ നിന്ന് ചെരിച്ച് കുത്തിയിട്ട് സൂചി അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് അടിയിൽ നിന്ന് പോയിന്റിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് ചെയ്യണുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് എല്ലാവരും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കളർ വെച്ചിട്ട് ഞാൻ എല്ലാവരും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു കളർ വെച്ചിട്ടാണ് അടുത്തത് ചെയ്യണേ കേട്ടോ. പച്ച കളർ വെച്ചിട്ടാണ് അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഇതിനും ഇത്രയും കൂടി ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്രൗൺ കളർ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ എല്ലാവരും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഓരോരോ ലൈനായിട്ട് വരച്ചിട്ടുണ്ടായി. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞാൻ ചെയ്തെടുത്തു. അതിന് ശേഷം ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സ്റ്റിച്ചിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തൊരു അതും കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫെദർ സ്റ്റിച്ച്. എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.